CPM-ന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ രാജീവ് അബ്രഹാം ഏറ്റവും നീചമായ ഏറ്റവും മര്യാദകെട്ട ഒരു താരതമ്യമാണ് ചെയ്തത്. മഹാത്മാഗാന്ധിയെ അവരുടെ പാർട്ടിയിലേക്ക് അവരെടുക്കുന്ന തനി ഗുണ്ടകളെ, ലഹരി മാഫിയ കേസുകളിൽ ഉൾപ്പെട്ട ആൾക്കാരെ, കാപ്പ കേസ് പ്രതികളെ പാർട്ടിയിൽ എടുത്തിട്ട് മഹാത്മാഗാന്ധിയോട് ഉപമിക്കുന്നു. ഇപ്പം എവരും മോഡിയും തമ്മിൽ എന്താ വ്യത്യാസം? സംഘപരിവാറും CPM-ന് എന്ത് വ്യത്യാസമുള്ളത്? ഗാന്ധിയെ അവഹേളിച്ചിരിക്കുന്നു. CPM ജില്ലാ സെക്രട്ടറി പരസ്യമായി മാപ്പ് പറയണം. അദ്ദേഹം MLA ആയിരുന്ന ആളാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. എന്നിട്ട് മഹാത്മാഗാന്ധിയെ ഈ നീചന്മാരോട് ഉപമിക്കാൻ അദ്ദേഹം തയ്യാറായത് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിനോട് മഹിമയൊന്നുമില്ല, മഹിമ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ജനങ്ങളോട് അദ്ദേഹം കാണിച്ച ഇതാണ്. അതുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറി കാര്യത്തിൽ മാപ്പ് പറയണം. ഓർത്തഡോക്സ് സഭയുടെ ഒരു സഭയുള്ള ഈ ജില്ലാ ആസ്ഥാനത്താണ്. അവർ 4 കോടിയൊക്കെ അവിടെ വെച്ചിരുന്നു. ഈ ജില്ലയിലെ പോലീസ്, പ്രത്യേകിച്ച് ജില്ലാ പോലീസ് സൂപ്രണ്ട്, സഖാക്കന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അത് എല്ലാം രായ്ക്ക് രാമായണം എടുത്തു മാറ്റി. എന്നാൽ SFIയുടെ സമ്മേളനം നടന്നു. എത്ര ദിവസം ഈ നഗരത്തിൽ കൂടിയിരുന്നു, ബോർഡുകളിരുന്നു. ഈ ജില്ലയിലെ പോലീസ് സൂപ്രണ്ട് തൻ്റെ ഇടമില്ല, ചങ്കുറ്റമില്ല. അദ്ദേഹമൊക്കെ വേറൊരു ഒരു സഖാവായി അധപ്പതിച്ചിരിക്കുകയാണ്. SFIക്ക് എന്തും കാണിക്കാം, കോടതി വിധി പ്രശ്നമല്ല. എന്നാൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അത് ചെയ്തപ്പോൾ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനെല്ലാം എതിരായി ശക്തമായി ജനരോഷം ഉയർന്നു വരേണ്ടതാണ്. മാധ്യമങ്ങളിൽ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായ കാര്യത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ജില്ലയിൽ CPM-നെടുത്ത ഈ തിരിച്ചടി, CPM തകർച്ചയിലേക്ക് പോകുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടോടു കൂടി അവർ പിന്നോട്ട് പോകുന്നു എന്ന് വ്യക്തമായതോടുകൂടിയാണ് മറ്റ് ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. അത് പെരുന്നാട് ഉദാഹരണം. പെരുന്നാട് ഒരു കൊലപാതകം നടന്നു, എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഒരു രാഷ്ട്രീയമില്ലെന്നറിയാം. പ്രതിയുടെ മാതാവ് പറഞ്ഞിരിക്കുന്നു അയാൾ CH-കാരനാണ്. അപ്പോഴത്തേനും ചോരക്കൊതി പൂണ്ട് CPM നേതാക്കന്മാർ വെളിച്ച് ഇറങ്ങി ചാടി അത് കയറി പിടിക്കുകയാണ്. അത് രാഷ്ട്രീയ കൊലപാതകമാക്കുകയാണ്. അത് ആ BJP-യും CPM-ഉം തീർത്തോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയ കൊലപാതകമാണോ? ഇങ്ങനെയാണ് കേരളത്തിൽ ഒന്നടങ്കം CPM രക്തസാക്ഷികൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയാണ് എല്ലായിടത്തും അവരുടെ പണി. പഞ്ചായത്ത് ഇവർ CPM ഈ ജില്ലയിൽ പിന്നോട്ട് പോയി, രാഷ്ട്രീയപരമായി പരാജയപ്പെടുന്നു, തെരഞ്ഞെടുപ്പുകളിൽ തോക്കുന്നു, കോൺഗ്രസ് മുന്നേറുന്നു. അപ്പോൾ എന്താണ്? മറ്റൊരു രാഷ്ട്രീയ അവരുടെ തന്നെ അണികളെ പിടിച്ചു നിർത്താൻ DC പ്രസിഡന്റ് പറഞ്ഞ വിലക്കയറ്റം, സാമൂഹിക പ്രശ്നങ്ങൾ എല്ലാവർക്കെതിരാണ്. അപ്പോൾ അവരുടെ അണികളെ പിടിച്ചു നിർത്തണമെങ്കിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാക്കണം. അപ്പോൾ പെരുന്നാട് ഒരു കൊലപാതകം നടന്നു, അതിനെ രാഷ്ട്രീയ കൊലപാതകം. ഇത് BJP-യും CPM ഒത്തുകളിയാണ്. ഇവർ രണ്ടുപേരും പത്തനംതിട്ടയിലെ രാഷ്ട്രീയത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് ഒറ്റപ്പെട്ടു. അവർക്ക് രണ്ടുപേർക്കും മെയിൻ സ്ട്രീമിലേക്ക് വരണം. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരു രാഷ്ട്രീയ കൊലപാതകം. ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് BJP-യും CPM-ഉം പരസ്പരം ആരോപണം ഉന്നയിക്കുക, രണ്ടു കൂട്ടരുടെ അണികളെ പിടിച്ചെടുത്താൻ ശ്രമിക്കുക. ഇതൊരു വലിയ ഗൂഢാലോചനയാണ്. അതുകൊണ്ട് സമാധാനകാംക്ഷികളായിട്ടുള്ള ഈ ജില്ലയിലെ ജനങ്ങളോട് നടത്തുന്ന കടുത്ത വെല്ലുവിളിയാണ്. ഇത് ഒരിടത്ത് സംഭവിച്ചാൽ മറ്റു പലയിടത്തും സംഘർഷം ഉണ്ടാവും, ഏറ്റുമുട്ടലുണ്ടാവും, കൊലപാതകങ്ങളുണ്ടാവും. അമ്മമാർക്കും പെങ്ങന്മാർക്കുമാണ് ആൾക്കാരെ നഷ്ടപ്പെടുന്നത്, ഈ രണ്ട് പാർട്ടിക്കുമല്ല. ഇവർ രണ്ടുപേരും മനുഷ്യനെ കൊന്ന് ജയിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഈ കൊലവിളി രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ഇവരുടെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തുള്ള ഈ രാഷ്ട്രീയ കൊലപാതക സംവാദം നിർത്തണം, ഏറ്റുമുട്ടൽ നിർത്തണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.